മമ്മൂട്ടി അഭിനയിച്ച് സൂപ്പർ ഹിറ്റാക്കിയ അമരം സിനിമ വീണ്ടും തിയേറ്ററുകളിലെത്തുന്നു. ഭരതൻ സംവിധാനം ചെയ്ത സിനിമ നവംബർ 7-ന് റിലീസ് ചെയ്യും. ലോഹിതദാസിന്റെ തിരക്കഥയിൽ മമ്മൂട്ടിയെ നായകനാക്കി ഭരതൻ സംവിധാനം ചെയ്ത ചിത്രം 1991 റിലീസിനെത്തിയത്. അമരത്തിലെ അച്ചൂട്ടിയെയും മുത്തിനെയും കൊച്ചുരാമനെയും മലയാളിക്ക് മറക്കാൻ കഴിയുമോ? ഇപ്പോഴിതാ 34 വർഷത്തിന് ശേഷം ചിത്രം വീണ്ടും ബിഗ് സ്ക്രീനിലേക്ക് തിരിച്ചെത്തുകയാണ്. മത്സ്യത്തൊഴിലാളികളുടെ ജീവിത പശ്ചാത്തലത്തിലൊരുക്കിയ ചിത്രം വൻ വിജയമാണ് നേടിയത്. 200 ദിവസത്തോളമാണ് ചിത്രം കേരളത്തിലെ തിയേറ്ററുകളിൽ പ്രദർശനം നടത്തിയത്. മദ്രാസിലെ തിയേറ്ററുകളിലും 50 ദിവസത്തോളം അമരം നിറഞ്ഞ സദസ്സുകളെ നേടി. അരേന്റെ ചൂരും ചുണയുണ്ടെങ്കിലേ പുറംകടലിൽ പോയി നീ ഒരു കൊമ്പനെ പിടിച്ചോണ്ട് വാ, എന്നിട്ട് പ്രസംഗിക്ക്. അല്ലാണ്ട് അരേനെന്നും പറഞ്ഞ് തുള്ളിയാലുണ്ടല്ല മുഖത്ത് ഞാൻ ആട്ടും. രവീന്ദ്ര സംഗീതത്തിന്റെ ഭാവങ്ങളാണ് ചിത്രത്തിലെ ഗാനങ്ങളിൽ നിറയുന്നതെങ്കിലും ജോൺസൺ മാഷിന്റെ പശ്ചാത്തല സംഗീതവും കൈതപ്രത്തിന്റെ വരികളും അമരത്തെ കൂടുതൽ മനോഹരമാക്കി. ഭാർഗവിയായുള്ള പെർഫോമൻസിലൂടെ KPSC ലളിതയ്ക്ക് മികച്ച സഹനടിക്കുള്ള ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ ലഭിച്ചു. വല്യേട്ടൻ, വടക്കൻ വീരഗാഥ തുടങ്ങിയ ചിത്രങ്ങളാണ് നേരത്തെ റിലീസ് ചെയ്ത മമ്മൂട്ടി ചിത്രങ്ങൾ. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.